കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയിൽ മലപ്പുറം എടപ്പാൾ മേൽപ്പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. തൃശൂർ ഭാഗത്തു നിന്നും എത്തിയ KSRTC ബസ്സും എതിർദിശയിൽ വന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചാണ് അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവറും ബസ്സിലെ യാത്രക്കാരനുമാണ് അപകടത്തിൽ മരണപ്പെട്ടവർ. നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ വെച്ചാണ്. തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് തിരിച്ച KSRTC ബസ്സും എതിരെ പോവുകയായിരുന്ന പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേരാണ് മരണപ്പെട്ടത്. പിക്കപ്പ് വാൻ ഡ്രൈവറും പാലക്കാട് കസബ പള്ളത്തിരി സ്വദേശി വെള്ളംകുളം രാജേന്ദ്രനും ബസ് യാത്രക്കാരനായ തിരുവനന്തപുരം ആന്തിയൂർ സുകുമാരനുമാണ് മരണപ്പെട്ടത്. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും ഉള്ളിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേന്ദ്രനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാജേന്ദ്രൻ തൽക്ഷണം മരണപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബസ് യാത്രക്കാരനായ സുകുമാരനെ ആദ്യം കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണപ്പെട്ടു. അപകടത്തിൽ ബസ് യാത്രക്കാരായ 10ഓളം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയായിരുന്നു. അതേസമയം KSRTC ബസ് അമിത വേഗതയിലാണ് സഞ്ചരിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ്സിൽ ഏകദേശം ഒരു 10-11 ആൾക്കാരെ ഉണ്ടാവും. ഫ്രണ്ടിലൊരു 6-7 ആൾക്കാരും ബാക്കിക്ക് അവിടെ ആയിട്ട് 1-2 ആൾക്കാരുണ്ട്. ഞാൻ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എടപ്പാൾ മേൽപ്പാലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. തല ചെന്ന് ഇവിടെ ഇടിച്ചപ്പോഴാണ്, സീറ്റിൻ്റെ ബാക്കിൽ ഇടിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുറത്തിറങ്ങിയപ്പോൾ ലോറിയുടെ ഇപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. എടപ്പാൾ മേൽപ്പാലത്തിന് മുകളിൽ അപകടങ്ങൾ തുടർക്കാതെയായതോടെ യാത്രക്കാരടക്കമുള്ളവർ ഭീതിയിലാണ്. മലബാർ ടൈംസ്, എടപ്പാൾ.